എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു രസമാണ് ഉണ്ടാക്കുന്നത്. സാധാരണയായിട്ട് എല്ലാവരും രസത്തിന് വെളുത്തുള്ളിയും ചിലർ ചുവന്നുള്ളിയും ഒക്കെ ചേർക്കാറുണ്ട്. ഇന്ന് നമ്മൾ വളരെ സ്വാത്വികമായ ഒരു രസമാണ് ഉണ്ടാക്കുന്നത്. അതായത് ഉള്ളി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചേർക്കാതെ വളരെ രുചികരമായ ഒരു രസം. അതിനായിട്ട് നമ്മൾ രസം വെക്കാൻ ഉള്ള ആ ഒരു പാത്രത്തിലേക്ക് തക്കാളി, ഒരു ചെറിയ 2 തക്കാളി അല്ലെങ്കിൽ 1 തക്കാളി അതാണ് ചേർത്തിരിക്കുന്നത്. 2 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും. അതിനുശേഷം ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി, അത് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് ആ പുളിവെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിച്ചതിന് ശേഷം ഇനി ഈ രസത്തിന് എത്ര വെള്ളം വേണം എന്നുള്ളതനുസരിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് പച്ചവെള്ളവും കൂടെ ചേർക്കുക. എന്നിട്ട് ഇത് നമ്മളൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. അടുപ്പയിലൊന്ന് വെച്ച് കഴിഞ്ഞ് ആ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ രസപ്പൊടിയാണ് ചേർത്തത്. ഇത് വീട്ടിലുണ്ടാക്കിയ രസപ്പൊടിയാണ്. ഈ രസപ്പൊടിയിലുള്ളത് മല്ലി, മുളക്, അവിയലിനൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകം, കുരുമുളക്, കായം, ഇത്ര മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഇത്രയും പൊടികൾ നിങ്ങൾ ചേർക്കുക. കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായത്തിൻ്റെ പൊടി അവസാനം ചേർത്താലും മതി. വേറെ മറ്റു ധാന്യങ്ങളൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഈ പൊടികളും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചിട്ട് ഈ തക്കാളി വേകണം. അതുമാത്രമല്ല, ഈ വാളം പുളിയുടെ ഒരു പച്ച രുചിയുണ്ട്, അത് മാറുകയും വേണം. അപ്പം മണം നമുക്കറിയാൻ പറ്റും. മണം നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ പച്ചമണം മാറിയിട്ടുണ്ടോ എന്ന്. അങ്ങനെ പച്ചമണം മാറി വരുന്ന ആ സമയത്ത് ഒരു ചെറിയ കഷ്ണം ശർക്കര അതും കൂടെ അതിനകത്തേക്ക് ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് വരുന്ന സമയത്ത് ഉപ്പൊക്കെ നോക്കുക, എരിവൊക്കെ പാകമാണോ എന്ന് നോക്കുക. അതിനുശേഷം കടുക് വറുത്ത് ചേർക്കുക. കടുക് വറുത്ത് ചേർത്തതിന് ശേഷം രസത്തിന് ആവശ്യത്തിനുള്ള മല്ലിയില ചേർക്കുക. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പില കടുക് വറുക്കുമ്പോൾ ചേർക്കാം. ഇത്രയേ ഉള്ളൂ, രസം തയ്യാറായി. ഈ രസം നമുക്ക് ഏതെങ്കിലും വ്രത ദിവസങ്ങളിലൊക്കെ കഴിക്കാവുന്നതാണ്. നമ്മൾ ചോറ് മാത്രം കഴിച്ച് അങ്ങനെ ഇരിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ, ഒരിക്കൽ ഉണ്ണുക. അങ്ങനെയുള്ള ഈ ഒരിക്കൽ ഊണ് സമയത്ത് ഈ രസവും മോരും ഒരു മുളക് വറുത്തതും അത്രയും മതി. ഷഷ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ പപ്പടം കഴിക്കില്ല, കാരണം ഉഴുന്ന് ചേർന്നതാണ് പപ്പടം. വെറുതെ കുടിക്കാനും ഈ രസം വളരെ നല്ലതാണ്. ഇതിനകത്തെ ജീരകവും മല്ലിയുമൊക്കെ ദഹനത്തെ സഹായിക്കും. മല്ലിയിലയും നല്ലതാണ്. നമ്മൾ സാധാരണ ആലോചിക്കാറുണ്ട് ഈ വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ എങ്ങനെയാണ് രസം വെക്കുന്നത് എന്ന്. ഒന്നും വേണ്ട, ഇത്രമാത്രം മതി. ഒന്ന് വെച്ച് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.